റോബർട്ട് ഗ്രീനിന്റെ ദ 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ 22ാമത്തെ നിയമം കീഴടങ്ങൽ തന്ത്രം ഉപയോഗിക്കുക, ദൗർബല്യത്തെ ഒരു ശക്തിയായി മാറ്റുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത്, നിങ്ങൾ ഒരു ദുർബലമായ അവസ്ഥയിലായിരിക്കുമ്പോൾ നേരിട്ട് പോരാടുന്നതിന് പകരം നിങ്ങളുടെ ശത്രുവിന് കീഴടങ്ങുക എന്നതാണ്. കീഴടങ്ങുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശത്രുവിന്റെ കോപം ശമിപ്പിക്കുകയും അവരുടെ ജാഗ്രത കുറക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ശക്തി വീണ്ടെടുക്കാനുള്ള അവസരം നൽകും. ഒരു കളിയിൽ തോൽക്കുന്നത് പോലെയാണ് ഇത്, എന്നാൽ പിന്നീട് ആ കളിയുടെ നിയമങ്ങൾ മാറ്റി വിജയിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിശദമായ വിവരണം. ഈ നിയമത്തിന്റെ പ്രധാന ആശയം, ഒരു പോരാട്ടത്തിൽ നിങ്ങൾ തോൽക്കാൻ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ കീഴടങ്ങുക എന്നതാണ്. ഇത് നിങ്ങളുടെ ശത്രുവിന് ഒരു വലിയ വിജയം നൽകുന്നു. ഈ വിജയം അവരെ അശ്രദ്ധരാക്കുകയും നിങ്ങളെ നിരീക്ഷിക്കുന്നത് കുറക്കുകയും ചെയ്യും. ഈ സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി രഹസ്യമായി വീണ്ടെടുക്കാനും ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കാനും കഴിയുന്നത്. ഒരു വ്യക്തിക്ക് കീഴടങ്ങിയ ശേഷം അവർക്ക് നിങ്ങളോട് ദയ തോന്നും. ഈ ദയ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകും. അവർ നിങ്ങളെ ഒരു ഭീഷണിയായി കാണില്ല, നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും കഴിയും. ഈ നിയമം പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാം, ഒരു പോരാട്ടത്തിൽ പരാജയപ്പെടുന്നത് ഒഴിവാക്കാം, ശത്രുവിന്റെ ജാഗ്രത കുറക്കാം, നിങ്ങളുടെ ശത്രുവിനെ അശ്രദ്ധരാക്കി അവരെ നേരിടാൻ കഴിയും. അവസരം നേടാം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാൻ ഈ നിയമം സഹായിക്കും. ചുരുക്കത്തിൽ, നിങ്ങൾ ഒരു പോരാട്ടത്തിൽ പരാജയപ്പെടാൻ പോകുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാതെ കീഴടങ്ങുക. ഇത് നിങ്ങൾക്ക് പിന്നീട് വിജയിക്കാൻ ഒരു അവസരം നൽകും. ചില ഉദാഹരണങ്ങൾ. ചരിത്രം. റിച്ചാർഡ് ഒന്നാമനും ഫ്രഞ്ച് രാജാവും. റിച്ചാർഡ് ഒന്നാമൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഫ്രഞ്ച് രാജാവ് ഫിലിപ്പ് രണ്ടാമന് കീഴടങ്ങി. ഇത് ഫിലിപ്പ് രാജാവിന് ഒരു വലിയ വിജയമായി തോന്നി. എന്നാൽ ഈ കീഴടങ്ങൽ റിച്ചാർഡിന് പിന്നീട് ഫ്രാൻസിനെതിരെ ഒരു യുദ്ധം ചെയ്യാൻ ശക്തി നൽകി. സിനിമ. ബാഹുബലിയിലെ മഹേന്ദ്ര ബാഹുബലി. മഹേന്ദ്ര ബാഹുബലി ബല്ലാലദേവയുമായി ഒരു പോരാട്ടത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കീഴടങ്ങി. ബല്ലാലദേവ മഹേന്ദ്രനെ ഒരു തടവുകാരനെപ്പോലെ പരിഗണിച്ചു. ബല്ലാലദേവയുടെ ഈ അശ്രദ്ധ മഹേന്ദ്രന് ശക്തി വീണ്ടെടുക്കാനും ജനങ്ങളെ കൂടെ കൂട്ടാനും ഒരു അവസരം നൽകി. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട്. നെപ്പോളിയൻ ബോണപാർട്ട് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം ബ്രിട്ടന് കീഴടങ്ങി. എന്നാൽ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഒരു തടവുകാരനെപ്പോലെയാണ് കണ്ടത്. അവർ നെപ്പോളിയനെ എൽബ എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. ഈ സമയം നെപ്പോളിയൻ തന്റെ ശക്തി വീണ്ടെടുക്കുകയും പിന്നീട് ബ്രിട്ടനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സിനിമ. ഹാരി പോട്ടർ. വോൾഡ്മോർട്ട് ഹാരി പോട്ടറെ പരാജയപ്പെടുത്തിയെന്ന് വിശ്വസിച്ചപ്പോൾ വോൾഡ്മോർട്ട് ഹാരിക്ക് മുന്നിൽ കീഴടങ്ങി. വോൾഡ്മോർട്ടിന് ഹാരി ഒരു ഭീഷണിയാണെന്ന് തോന്നിയില്ല. ഈ സമയത്ത് ഹാരിക്ക് ശക്തി വീണ്ടെടുക്കാനും വോൾഡ്മോർട്ടിനെ പരാജയപ്പെടുത്താനും കഴിഞ്ഞു. ചരിത്രം. ചൈനയിലെ യുദ്ധം. ചൈനീസ് സൈന്യം ജാപ്പനീസ് സൈന്യത്തോട് കീഴടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ അവർ രഹസ്യമായി തങ്ങളുടെ ആയുധങ്ങൾ സൂക്ഷിക്കുകയും പിന്നീട് ജപ്പാനെതിരെ ഒരു പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. സിനിമ. 300. പേർഷ്യൻ സൈന്യത്തിന്റെ രാജാവ് സ്പാർട്ടൻസുമായി ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം സ്പാർട്ടൻസിനോട് കീഴടങ്ങി. എന്നാൽ അദ്ദേഹം മനസ്സിൽ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. ഈ കീഴടങ്ങൽ പിന്നീട് അദ്ദേഹത്തിന് സ്പാർട്ടൻസിനെതിരെ ഒരു തിരിച്ചടി നൽകാൻ സഹായിച്ചു. ചരിത്രം. ക്ലിയോപാട്ര. മാർക്ക് ആന്റണിയുടെ മരണശേഷം ക്ലിയോപാട്ര അഗസ്റ്റസിന് കീഴടങ്ങി. ക്ലിയോപാട്രയുടെ കീഴടങ്ങൽ അഗസ്റ്റസിന് വലിയ വിജയമായി തോന്നി. എന്നാൽ ഈ കീഴടങ്ങൽ ക്ലിയോപാട്രയെ റോമൻ ഭരണത്തിൽ സ്വാധീനിക്കാൻ സഹായിച്ചു. സിനിമ. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ്. ഈ സിനിമയിലെ സ്മഗൽ എന്ന കഥാപാത്രം ഫ്രോഡോയുടെ കൂടെ ചേരാൻ ശ്രമിച്ചപ്പോൾ അവൻ കീഴടങ്ങിയതുപോലെയാണ് പെരുമാറിയത്. ഫ്രോഡോയ്ക്ക് സ്മഗലിനോട് ദയ തോന്നി. ഈ ദയ സ്മഗലിന് ഫ്രോഡോയെ പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിച്ചു. ചരിത്രം. രണ്ടാം ലോകമഹായുദ്ധം. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി കീഴടങ്ങിയപ്പോൾ അവർ തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചു. എന്നാൽ അവർക്ക് പിന്നീട് ശക്തി വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഈ കീഴടങ്ങൽ അവർക്ക് പിന്നീട് ഒരു തിരിച്ചടി നൽകാൻ സഹായിച്ചു. സിനിമ. മണിച്ചിത്രത്താഴ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിലെ ഡോക്ടർ സണ്ണി ഗംഗയുടെ മാനസിക പ്രശ്നം ചികിത്സിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഗംഗയുടെ ഭർത്താവിനോടും കുടുംബത്തോടും കീഴടങ്ങുന്നതുപോലെയാണ് പെരുമാറിയത്. ഡോക്ടർക്ക് അവരുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞു, അത് അദ്ദേഹത്തിന് ഗംഗയെ ചികിത്സിക്കാൻ സഹായിച്ചു.